കാര്യമായിരുന്നു എല്ലാവരും ചോദിച്ചതായിരുന്നു നിങ്ങളുടെ വീടിന്റെ ഹോം ടൂർ എവിടെ. അപ്പൊ ഹോം ടൂറിലേക്ക് എല്ലാവർക്കും വെൽക്കം ടു റൂഹ്. നമുക്ക് ഉള്ളിലേക്ക് പോകാം അല്ലേ. എൻ്റെ ഡ്രസ്സ് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലബാമ്പ തലശ്ശേരി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലബാമ്പയാണ് നമ്മുടെ എല്ലാ ഇവൻറ്റും എനിക്ക് വേണ്ടി ചെയ്യുന്നത്. മെറീൻ്റെ നമ്മളുടെ ആഷ് ക്രിയേഷൻസ് തലശ്ശേരി നല്ല നമ്മളുടെ ബേൺഡ് ഓറഞ്ചിൽ ട്രെൻഡിങ് ആയിട്ടുള്ള കളേഴ്സിൽ ഈ ഒരു ലെഹങ്ക വേണമെന്ന് പറഞ്ഞു. ആഷ് നല്ല അടിപൊളിയായിട്ട് എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ആൻഡ് മേക്കപ്പ് ചെയ്താൽ നമ്മളുടെ അനൂസ് ബ്രൈഡൽ മേക്ക് ഓവർ ആണ്. ആൻഡ് കമ്മിങ് ടു മൈ ജ്വല്ലറി നല്ല പ്രീമിയം ജ്വല്ലറി ആണ്. അലൂറയാണ്, ഗോൾഡൻ കപ്പ് അലൂറ, അതും കണ്ണൂരാണ്. എല്ലാവരും ഞാൻ മെൻഷൻ ചെയ്യും. ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവന്റ് ചെയ്യുന്നത് ഐക്കോഫ് ആണ് കേട്ടോ. ഐക്കോഫ് ഇവന്റ്സ് ആണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ട് വെറൈറ്റി ആയിട്ട് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈവനിങ് ആണ് നമ്മുടെ ഫംഗ്ഷൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ 12 o'clock മുതൽ സ്റ്റാർട്ട് ചെയ്തു. ഒരു ചെറിയ ജ്യൂസ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഒരു റെഡ് കാർപ്പറ്റും ഉണ്ട്. സോ നമുക്ക് ഉള്ളിലേക്ക് പോകാം. കമോൺ തുറക്കും വരി കുൽ ജാസിം സിം. അല്ല ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മുടെ ഹോം ടൂറിന്റെ പാർട്ട് 1 എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഹോം ടൂർ കുറെ ആൾക്കാർ വെയിറ്റിംഗിലായിരുന്നു. കമന്റ്സ് മുഴുവൻ ഹോം ടൂർ കാണിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയ എന്താണ് ഇവര് പറയേണ്ട പേര് പറയും ലിവിംഗ് ഏരിയ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ലിവിംഗ് ഏരിയ എന്ന് പറയുന്നത്. അതായത് ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നേരെ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് ഇരുത്തുന്ന സ്ഥലം ലിവിംഗ് ഏരിയ. അതിൽ നല്ല കസ്റ്റമൈസ് ചെയ്ത സോഫ ഒക്കെ ആയിട്ടാണ് ഇത്. ആക്ച്വലി നമ്മളുടെ ഡിസൈനിൽ കാണിച്ച അതേ സോഫ നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ്. ഇത് റെഡിമെയ്ഡ് അല്ല, ഇത് നമ്മളുടെ മോട്ടീഫ് ഡിസൈൻ തന്നെ വരച്ചുണ്ടാക്കിച്ച ഇതിന്റെ 3D ഒക്കെ നമുക്ക് കാണിച്ചെന്ന് കളർ പാറ്റേണും കാര്യങ്ങളൊക്കെ അവർ ചെയ്ത അതേ ഡിസൈനാണ്. കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മോട്ടീഫാണ് കേട്ടോ. റഫിയുടെ ഡിസൈൻ ആണ്. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബീച്ച് കളറാണ് അല്ലെ, ഒരു ഗ്രേഷ് ബീച്ചാണ്. അപ്പം പെട്ടെന്ന് ചേറാകും. വളരെ കെയർഫുൾ ആയിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഏറ്റവും റിലാക്സ് ചെയ്യാനുള്ള ഒരു ഏരിയ. ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയൊരു കാർപ്പറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. കാർപ്പറ്റും അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടീപ്പോയും കൊടുത്തിട്ടുണ്ട്. ടീപ്പോയ് അല്ല, കോഫി ടേബിൾ, ടീപ്പോയി തന്നെയല്ലേ പറയാ, അതാണ്. പിന്നെ ഇത് അതിന് ഒരു ആപ്റ്റ് ആയിട്ട് കൊടുക്കാൻ ഇതൊരു ചെന്നൈയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഫാനാണ് കേട്ടോ. പിന്നെ നമ്മളുടെ വേറൊരു ഹൈലൈറ്റ് ഈ ലിവിങ് ഏരിയയിൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. എന്താ പറയാ, ഇനി ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള മേൽക്കൂര. അതിനൊപ്പം തന്നെ ഇത്രയും വലിയ കേർട്ടൻ. നീ ഇവിടെ അവിടെ ഇരിക്കുന്നത് ഇത്രയും വലിയ കേർട്ടൻ, അത് ആ ഒരു ഹൈറ്റിന്റെ സെയിം ഹൈറ്റിൽ കേർട്ടൻ കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ഒരു ലിവിങ് ഏരിയന്റെ ഒരു അട്രാക്ഷൻ. ആള് വരുമ്പം വലുതായിട്ട് തോന്നും. ആക്ച്വലി ഇതൊരു ചെറിയ വീടാണ്, പക്ഷേങ്കിൽ ഇതുപോലെ ഈ ഒരു സ്പേസ് കംപ്ലീറ്റ് ഓപ്പൺ ആയി കൊടുത്തത് കൊണ്ട് ഭയങ്കര വലിയൊരു വീടായിട്ട് തോന്നും. പിന്നെ അവിടെ ഒരു നടുക്കൊരു ഷാൻലിയർ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി നിങ്ങൾ കുറച്ച് കേർട്ടൻ ഇങ്ങനെ അടുപ്പിച്ചിടരുത്. കാർപ്പറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ കേർട്ടൻ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഈ കേർട്ടൻ ഓപ്പൺ ചെയ്യാം. നമ്മളെ പണ്ടത്തെ മൂവിയിലൊക്കെ മറ്റേ സ്ക്രീനിങ് ഇങ്ങനെ ഓപ്പൺ ആവല്ലേ, നമ്മൾ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ അതുപോലെ. മൂന്നെടുത്തു. അയ്യോ, അത് ഭയങ്കര കൺഫ്യൂഷൻ ആട്ടോ. കുറെ എല്ലാത്തിനും ഇത് പേര് എഴുതി വെക്കണം കേട്ടോ മിത്തുട്ടോ. ഇത് 2, ഇത് 3. ഓക്കെ, ഇനി അത് 4. 1, 2, 3, 4. ഓ മൈ ഗോഡ്, 4 ഞാൻ ആക്കാം. താഴത്തെ എല്ലാം അത് കറക്റ്റാ. ഇനി എന്നാണ് പറയുന്നത് 4 അല്ല, 1. 1, 2 ഇതാണ്. 1, 2, 3, 4. ഓ, ഇപ്പോഴാണ് പഠിച്ചത്. ഓ മൈ ഗോഡ്, ഒരു ടാസ്ക് ആയി പോയി അത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ വിൻഡോ വരുന്നത്. അല്ല, വിൻഡോ അല്ല, ഗ്ലാസ് വരുന്നത് കേട്ടോ. കംപ്ലീറ്റ് ലിവിംഗ് ഏരിയയിൽ ഫുൾ വെളിച്ചം നിങ്ങൾക്ക് കിട്ടും ഈ ഗ്ലാസിന്റെ ഇതിൽ കൂടെ. അപ്പൊ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ലിവിംഗ് ഏരിയ. മെരി ഓൾറെഡി ഇവിടെ കളിച്ചു പോയിട്ട് ഗ്രീനിഷ് നമുക്ക് കാണാം. നമ്മളെ പുറത്തുള്ള ഗാർഡനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഈ സെൻട്രൽ ഹാളിൽ ഇരിക്കുമ്പം കിട്ടുന്ന ഒരു വേറൊരു ഫീലിംഗ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് നമ്മളുടെ ബുദ്ധനെയാണ് ഫേസ് ചെയ്യുക. ആ ഒരു കോട്ടയാട് ഉള്ളിൽ നമ്മളൊരു കോട്ടയാട് കൊടുത്തതാണ്.
ബുദ്ധനെ ഫേസ് ചെയ്തിട്ട് ബുദ്ധനെ ഇരുത്തിയ ഒരു സ്ഥലമാണ്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം. അവിടെ തന്നെ ഒരു സീറ്റിംഗ് അല്ല, ഏരിയ. അതിനു മുന്നേ ഞാൻ ബുദ്ധനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ, ഈ ബുദ്ധന് ഏകദേശം 480 കിലോളം ഭാരം വരുന്ന ഒരു സ്റ്റോണിൽ, ഒറ്റ സ്റ്റോണിൽ, സിംഗിൾ സ്റ്റോണിൽ കാർവ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇത് രാജസ്ഥാനിലാണ് നമ്മൾ ചെയ്തെടുത്തത്. പക്ഷെ ഇതിന് ഓർഡർ കൊടുത്തതും ഇതിന്റെ ഐഡിയ ഡിസ്കഷനും ഒക്കെ നമ്മൾ ചെയ്തത് ബാംഗ്ലൂരിൽ ജിഗ്നി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി സ്റ്റോൺ ആണ്, ഭയങ്കര വെയിറ്റ് ആണ്. ഇത് ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ മോട്ടീഫ് തന്നെ ഡിസൈൻ ചെയ്തിട്ട് ചെയ്ത ഒരു മുകളിൽ കൊണ്ടുപോയിട്ട് വെച്ച്. ഇതും നല്ല വെയിറ്റ് ഉണ്ട്, ഇതിന് താങ്ങാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ ഒരു നമുക്കൊരു എപ്പോഴും ഒരു നാച്ചുറൽ ടച്ച് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പ്ലാന്റ്സും കോബിൾ സ്റ്റോൺസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നാച്ചുറൽ സ്റ്റോൺ ആണ് താഴെ കൊടുത്തത്. അപ്പം നമ്മൾ ഇതിലിറങ്ങുമ്പോൾ ഒരു തണുത്ത ഫീലാണ്, ഫുള്ള് നല്ല തണുത്ത ഫീലാണ്. ഇത് നമുക്ക് സോഫയിൽ ഇരിക്കാൻ, നമുക്കൊരു കോഫിയൊക്കെ കുടിക്കാൻ, രണ്ടാൾക്കും കൂടി വർത്താനമൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയയും കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് കുറച്ച് സൊറയൊക്കെ നമുക്കിങ്ങനെ സൊറ പറയാനും മിനിന്റെ ഗോസിപ്പൊക്കെ കേൾക്കാനും ഇതിനൊക്കെ അടിപൊളി സാധനം. പിന്നെ ഇത് ഫുള്ള് നാച്ചുറൽ സ്റ്റോൺ ആണ് കേട്ടോ. ഇത് മുഴുവനും ചെയ്തത് നമ്മുടെ ബാംഗ്ലൂർ സ്റ്റോൺ, അങ്ങനെ എന്തോ ഇതിന് പറയാം. പിന്നെ ഉള്ളത് ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്താണ്. ഇതൊക്കെ മോട്ടിഫിന്റെ ഐഡിയാസ് ആണ്. ഇതെല്ലാം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഐഡിയ, എനിക്ക് ബുദ്ധൻ ഉറപ്പായിട്ടും വേണം, അതും വലിയ ബുദ്ധൻ വേണം, 4 feet ഒക്കെ വേണം എന്ന് പറഞ്ഞപ്പം അതേ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബുദ്ധന്റെ ബാക്കിലുള്ള ഈ സ്റ്റോൺസ്, ഇത് ടൈലല്ല, ഇതും നാച്ചുറൽ സ്റ്റോൺ ആണ്. ഇതും രാജസ്ഥാനിൽ കൊണ്ടുവന്ന കേട്ടോ. രാജസ്ഥാനിൽ നമ്മൾ അങ്ങനെ വരുത്തിച്ചതാണ്. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അവിടെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മിരിയുടെ ഫേവറേറ്റ് സ്ഥലമാണ്. വാ മിരി, മിരിക്ക് ആയിട്ടുള്ള ഒരു ഫേവറേറ്റ് സ്ഥലം. ഇത് വളരെയധികം നമ്മുടെ എന്താണ്, നമ്മുടെ വലിയൊരു ആഗ്രഹമാണ് വീട്ടിൽ ഇങ്ങനെ ഒരു സാധനം വേണം. ദിവട്ടാട് കാണിച്ചല്ല, സോറി, കൃഷ്ണന്റെ ഐഡിയയില് ഇതുപോലെ പ്ലേസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് നല്ല ഓപ്പൺ സ്പേസിൽ, സെപ്പറേറ്റ് ഒരു പൂജാ റൂം കൊടുക്കാണ്ട് ഓപ്പൺ സ്പേസിൽ ഇങ്ങനെ കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ തന്നെ കൊടുക്കാൻ പറ്റി. ഈ കൃഷ്ണനെ നമ്മൾ മേടിച്ചതും ബാംഗ്ലൂരിൽ പോയിട്ടാണ്. അതും പർച്ചേസ് ചെയ്ത് നോക്കി കുറേ തേടിയിട്ടാ. അതിന്റെ ഒരു വലിയൊരു കാര്യം ഞാൻ പറഞ്ഞാൽ, ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ദിവട്ട ഒന്ന് അതിന്റെ ക്ലോസ് ഫോട്ടോ എടുക്കാം. ഫോട്ടോ അല്ല, വീഡിയോ. ഇനി വേക്കോട്ട് അതേപോലെ പോവാ, വേക്കോട്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കൃഷ്ണന്റെ വലിയൊരു പ്രത്യേകത. കാരണം ഇത് കംപ്ലീറ്റ്, ഇതൊരു 95 kg വരുന്ന ഒരു 4 feet വരുന്ന ഒരു 4 feet അല്ലേ ഇത്, 4 feet വരുന്ന കംപ്ലീറ്റ് ബ്രാസ് ആണ് കേട്ടോ. ഇതിന്റെ പ്രത്യേകത, നമ്മൾ അടുത്ത് നോക്കുമ്പോൾ കൃഷ്ണന്റെ ഫേസ് കുറച്ചൊരു കൂളൻ കാമായിട്ട് തോന്നും. പക്ഷെ ദൂരത്ത് പോയി കഴിഞ്ഞാൽ കൃഷ്ണൻ നല്ലോണം ചിരിച്ച് സന്തോഷിച്ച് നിൽക്കുന്ന ഒരു ഫേസ് ആണ് ഇതിൻ്റെ. ഈ ഒരു ഫേസ് കിട്ടാൻ വേണ്ടി ഞാൻ കണ്ണൂർ മുഴുവൻ തിരഞ്ഞു നടന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാംഗ്ലൂർ കുറേ സ്ഥലത്ത് ഞാൻ തിരഞ്ഞു, അവസാനം കിട്ടിയതാണ്. പക്ഷെ എനിക്ക് ഈ കറുപ്പ് കളറുള്ള കൃഷ്ണൻ തന്നെ വേണം. ഞാൻ എപ്പോഴും പറഞ്ഞു കേട്ടത് കൃഷ്ണന്റെ നിറം കറുപ്പാണ് എന്നാണ്. അപ്പം എനിക്ക് എല്ലാവരും ഈ ഒരു ബ്രാസ് നിറത്തിലുള്ളതാണ് ചൂസ് ചെയ്യാറ്. ഞാൻ കറുപ്പ് നിറത്തിലുള്ളതും ബാക്കിയൊക്കെ ആഭരണങ്ങളൊക്കെ ഇങ്ങനെ ബ്രാസിന്റെ നിറത്തിലൊക്കെ വേണം, ഒരു വിൻറ്റേജ് ലുക്കും വേണം എന്ന് പറഞ്ഞപ്പം അതേ ആയിട്ടുള്ള ഒരു ഐഡിയയിലുള്ള ഒരു സാധനം നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടി, HSRന്ന്. അപ്പം അത് തന്നെ അപ്പം തന്നെ ഫിക്സ് ചെയ്ത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഇടും, രാധാകൃഷ്ണൻ വേണോ കൃഷ്ണൻ വേണോ എന്നൊക്കെ. ഏറ്റവും കൂടുതൽ ആൾ ആക്ച്വലി പറഞ്ഞത് രാധാകൃഷ്ണനാണ്, പക്ഷെ ഞാൻ ചൂസ് ചെയ്ത് കൃഷ്ണ മാത്രമാണ്. അതാണ് ഒരു പ്രത്യേകത ഇതിൻ്റെത്. പിന്നെ അടുത്തത് നമ്മളുടെ ഇത് എന്ന് പറയുന്നത് കൃഷ്ണനും രാധയും ഒരുമിച്ചിരിക്കുന്ന വൃന്ദാവനിൽ പാട്ടൊക്കെ കോടക്കുള്ളിൽ വായിച്ച് ഒരു റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കുന്ന ഒരു സ്റ്റോൺ ആണ്. ഇത് സാൻഡ് സ്റ്റോണിൽ ചെയ്തതാണ്. ഇതും ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എന്താണ് ഒരു റെഫറൻസ് കണ്ടിട്ട് ഇത് തന്നെ വേണമെന്ന് മോത്തിഫിനോട് പറഞ്ഞു. അപ്പോൾ റഫിയാണ് പറഞ്ഞത് ഇത് നമുക്ക് ബാംഗ്ലൂർ പോയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ചെയ്തെടുക്കാം. അവിടെ പോയി ആളോട് ഡിസ്കസ് ചെയ്ത് ഇത് 6x8 ഉള്ളത്. ഇത് 2 പീസായിട്ടാണുള്ളത്, മുകളിലൊരു പീസ് താഴെ പീസ്. ഇതൊരു 45 days എടുക്കും ഇത് ചെയ്തെടുക്കാനും വരാനും ഒക്കെ. അങ്ങനെ നമ്മൾ രാജസ്ഥാനിൽ നിന്ന് വരുത്തിച്ചതാണ് ഇതിനും ഏകദേശം ഒരു 500 കിലോളം ഭാരമുണ്ട്. ഇതും ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുവന്നത്. അപ്പം വരുമ്പം ആക്ച്വലി അവർ ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനൊരു ഔട്ടർ ലെയർ കൊടുത്തതായിരുന്നു. പക്ഷെ ഇതിവിടെ വെച്ചപ്പം ഔട്ടർ ലെയർ വന്നപ്പോഴാണ് അതിന് വേറൊരു ഭംഗിയാണ്. അപ്പം എഞ്ചിനീയർ പറഞ്ഞത് കട്ട് ചെയ്യണ്ട, നമുക്കിത് അങ്ങനെ തന്നെ വെക്കാം. അങ്ങനെ അതും വെച്ചു. പിന്നെ മെരിയുടെ ഒരു ആഗ്രഹമായിരുന്നു കൃഷ്ണന്റെ കൂടെ
അത് മിരി പറയാം. കൃഷ്ണന്റെ കൂടെ ഗണപതിനെയും വെക്കണമെന്ന്. പക്ഷെ നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഗണപതിനെ. അന്നേരം നമ്മളുടെ വീടൊന്നും ആയിട്ടൊന്നുമില്ല, അപ്പോൾ കൺസ്ട്രക്റ്റിംഗ് സ്റ്റേജിലായിരുന്നു. പക്ഷെ നമ്മൾ ഇതിന് നമ്മളെ കൃഷ്ണനെ നോക്കാൻ പോയപ്പോൾ ഫസ്റ്റത്തെ ഷോപ്പിൽ കയറലും എൻട്രൻസിൽ ഞാൻ കണ്ടത് ഈ ഒരു ഗണപതി വിഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തത് ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ടുള്ളൊരു ഗണപതിയാണ് കേട്ടോ. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ ഫസ്റ്റ് വിഘ്നേശ്വര വിനായകനെയാണ് തൊഴുന്നത്. ഗണപതി ഹോമമൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വീട്ടിലേക്ക് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ ഒരു പ്രതിമ വേണമെന്ന് വിചാരിച്ചപ്പോൾ ഫസ്റ്റ് ഗണപതിനെ തന്നെ മേടിച്ചു. പിന്നെ മേടിച്ചത് ഈ 2 ആനേനെയാണ്. ഈ 2 ആനയും നമ്മൾ സെയിം ഈ ഒരു അല്ലല്ലേ അത് ബുദ്ധനെ മേടിച്ച സ്ഥലത്തുനിന്ന്, ബുദ്ധനെ ഉണ്ടാക്കിച്ച സ്ഥലത്തുനിന്ന് നമ്മള് കളറ് ഒക്കെ പറഞ്ഞിട്ട് നമ്മള് ചെയ്തൊരു ആനയാണിത്. ഇത് സിംഗിൾ മാർബിൾ സ്റ്റോൺ ആണ്, അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഏകദേശം ഒരു 40 kg അടുത്ത്, 40 to 50 kg അടുത്ത് ആ ഒറ്റൊരു ആന വരുന്നുണ്ട്. അതേപോലെ 2 എണ്ണം ഉണ്ട്, അപ്പുറം ഒരു ആനയുണ്ട്, സെയിം ആന ഇപ്പുറം ഉണ്ട്. പിന്നെ നമ്മള് ഈ ബ്രാസിൽ വരുന്ന ഒരു ആമൻ, ഇത് നമ്മള് പൊതുവാൾ സൺസ് എന്ന് വാങ്ങിച്ചില്ല ഇവര്, കണ്ണൂർ പൊതുവാൾ സൺസ് എന്ന് വാങ്ങിച്ചതാണ്. ഇത്രയാണ് നമ്മളുടെ ഇവിടെ ഒരു ഭഗവത്ഗീതയും വെച്ചിട്ടുണ്ട്. നമ്മളുടെ ലിവിങ് ഏരിയയിലും ഉള്ളത് കൃഷ്ണനെ നമ്മൾ എല്ലാവരും നമ്മളെ വീട്ടിൽ കാണുന്ന ഒരു പ്രത്യേകത, ഏതൊരു ദൈവത്തിന്റെ മുറിയും എപ്പം അടച്ചിട്ടിട്ടായിരിക്കും. അതെനിക്ക് അറിയില്ല എന്തുകൊണ്ടാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു നമ്മുടെ വീട്ടിൽ ദൈവത്തിന്റെ പ്രെയർ ആയിട്ടുള്ള ഒരു സ്ഥലം, ഒരു ഡിവൈൻ ഏരിയ വെക്കുന്നത് അതെപ്പം ഓപ്പൺ ആയിരിക്കണം. നമുക്ക് ഏത് സമയത്തും ദൈവത്തിനെ വിളിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഓടി വന്ന് അവിടെ വന്ന് ദൈവത്തിനെ കണ്ട് പ്രാർത്ഥിക്കാനുള്ള ഇതായിരിക്കണം. പിന്നെ നമ്മുടെ വീട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്നാണ് കയറി വരുന്നത്. ഇവിടുന്ന് കയറി വരുമ്പം തന്നെ ഏറ്റവും ആദ്യം നമുക്ക് എത്ര മൈൻഡിൽ നെഗറ്റീവ് എനർജി ആയിക്കോട്ടെ, നെഗറ്റീവ് തോട്ട്സ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മൾ ആദ്യം ഇവിടെ ഇങ്ങനെ കയറി വന്ന് നമ്മൾ ഏറ്റവും ആദ്യം അട്രാക്റ്റ് ചെയ്യുന്നത് ആരായാലും ഈ ഒരു ഏരിയ ആയിരിക്കും. ഇത് കണ്ടാൽ എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവട്ടെ എന്നൊരു കൺസെപ്റ്റും കൂടിയാണ് ഇവിടെ നമ്മൾ അങ്ങനെ ഒരു ദൈവത്തിൻ്റെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ ഐഡിയനേക്കാളും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ മിരി? നമ്മുടെ ഒരു 200% അതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ലിവിങ് ഏരിയയിൽ ഇരുന്നാൽ കാണാൻ പറ്റുന്ന ഒരു വലിയൊരു കാഴ്ച നമ്മുടെ ഈ ഒരു സ്റ്റെയർ കേസിന്റെ ഏരിയ ആണ്. ഇതൊക്കെ സ്റ്റെയർ കേസ് ആക്ച്വലി ഇങ്ങനെ ഒരു സ്റ്റെയർ കേസ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഈ ഡിസൈൻ കണ്ടിന്, പക്ഷേങ്കിൽ ആ പടി ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടൊരു എന്താ ഷോക്കേസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു തീമിലേക്ക് കൊണ്ടുവന്നത് മോട്ടീഫ് ആൻഡ് കെൻസ് ബിൽഡേഴ്സ് ആണ്. അത് നന്നായിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഉള്ളിലുള്ള ആളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, എല്ലാരെയും കാണാൻ പറ്റും. നമ്മൾ ആക്ച്വലി ഇവിടെ ടി വി വെക്കണമെന്നാണ് പ്ലാൻ ചെയ്തത് അല്ലെ, പക്ഷെ അവരാണ് അത് മാറ്റിയിട്ട് അവിടെ ഇവിടെ ടി വി ആയിരുന്നു, പക്ഷെ ആ ടി വി മാറ്റിയിട്ട് ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത്. നമുക്ക് ഇതും കൂടി കാണിച്ചു കൊടുക്കാം. കുറെ ഉണ്ട് പറയുകയാണെങ്കിൽ. ഈ ഒരു ഡോർ ഫുൾ ഡീറ്റെയിൽ ആയിട്ട്, ഈ ഒരു ഡോർ എല്ലാവർക്കും മിസ്റ്ററി ആണ് ആക്ച്വലി. ഇത് എങ്ങനെ ചെയ്തെടുത്തു? ഇത് ആക്ച്വലി ഇതും ഞാൻ ഡോറ് വേണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് നമ്മളെ ഡബിൾ ഹൈറ്റിലാണ് വരുന്നത്. അപ്പൊ അത്രയും ഡബിൾ ഹൈറ്റിലുള്ള ഡോറ് തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അത്രയും വലിയൊരു ഡോറാണ്, നല്ല തിക്കിൽ ചെയ്ത്, ഇത് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ വുഡാണ് ഇത്. ഇതിനൊരു ലെയർ കൊടുത്തിട്ടാണ്, ഇത്രയും ഡെപ്തിലാണ്, ഒരു 1/2 ഇഞ്ചോളം ഡെപ്തിലാണ് ഓരോരോ കാർവിങ്ങും ചെയ്തിട്ടുള്ളത്. നല്ല നൈസിലൊരു നാച്ചുറൽ ഫീലുള്ള വുഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് നമ്മളൊക്കെ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരാണ്, അപ്പൊ അമ്മക്കൊന്നും ഇത് എത്തൂല. ഇതിനോട് വലിയൊരു ലാച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ലാച്ചാണ്, ഇത്രയും ഹൈറ്റിൽ ഇല്ല, അതുകൊണ്ട് നമുക്ക് വേണ്ടി മാത്രം കസ്റ്റമൈസ് ചെയ്ത ലാച്ചാണ്. അപ്പൊ അതാണ് നമ്മളെ ഡോറിന്റെ ഒരു ഡീറ്റെയിൽ. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇങ്ങോട്ടാ നമ്മുടെ ലൈറ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേ. യാ മോനെ, ഈ ലൈറ്റും മോത്തിഫിന്റെ ഡിസൈനർ ഡൽഹിയിൽ പോയിട്ട് ഇവിടെ ഒക്കെ തേടി ഒരു യുണീക്ക് ആയിട്ടുള്ള സാധനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവര് തന്നെ പോയി ഡൽഹിയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന സാധനമുണ്ട്. എനിക്ക് വലിയൊരു ഷാൻലിയർ വേണമെന്ന് പറഞ്ഞപ്പോൾ അത്രയും നമ്മുടെ ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് അത്രയും വലിയൊരു ഷാൻലിയർ ഡൽഹിയിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്. അത് പ്ലേസ് ചെയ്യാനും ഹാങ് ചെയ്യാനും ഒക്കെ ഡൽഹിയിൽ നിന്ന് തന്നെ ആൾക്കാർ വന്നിട്ടാണ് ഇത് ഓരോരോ ക്രിസ്റ്റലായിട്ടാണ് ബോക്സ് ആയിട്ട് വന്നത് അത് ഇൻസ്റ്റാൾ ചെയ്തതൊക്കെ അവരാണ് കേട്ടോ. ഇനി അടുത്തത് ഇത് തന്നെ